കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എന്തായാലും അറിയാം നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത് അല്ലേ? യെസ്, അവിടെ തന്നെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ പൂനെയിലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോക്മാന്യ തിലക് ടെർമിനസ് വിശാഖപട്ടണം എക്സ്പ്രസ് കയറി പൂനെയിൽ ഒന്ന് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പൂനെയിൽ നിന്ന് കൊല്ലാപ്പൂരിലേക്ക് പോകാൻ വേണം. ഏത് വണ്ടിക്ക് ഏതാണെന്നുള്ളത് ഇപ്പോൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസിന് അടുത്താണ്. മെയിൻ എൻട്രൻസ് കുറച്ച് മുന്നോട്ട് മാറിയിട്ടാണ്. ഇത് അവിടെ മുന്നിലായിട്ടാണ് മെയിൻ എൻട്രൻസ്. അവിടെ പോർച്ച് കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് മെയിൻ എൻട്രൻസ്. ഞാനിപ്പോഴത്തുനിന്ന് ബസ്സിന് വന്ന് ഇറങ്ങിയതുകൊണ്ട് ഞാൻ അവിടെ വരെ പോകുന്നത് നേരെ ഇങ്ങോട്ട് കയറുകയാണ്. കാരണം എൻ്റെ ലഗേജ് ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ലഗേജ് ക്ലോക്ക് റൂമിൽ നിന്ന് എടുത്തിട്ട് നമ്മളിന്ന് ഏത് വണ്ടിക്കാണ് പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. നമുക്കൊന്ന് കൂടുതലോട്ട് പോകാം. ഹായ്, നമുക്ക് പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. ഈ വരുന്നത് ഹുബ്ബള്ളി പുणे വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ അല്പസമയത്തിന് ശേഷം പുणे ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കോലാപൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിട്ട് യാത്ര പുറപ്പെടും. അപ്പം നമ്മൾ അതിൽ കയറി കോലാപൂരിലേക്ക് പോകും. എട്ടുകാരന് വന്ദേ ഭാരതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കോച്ച് C7 ആണ്. എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലത്തെ ഡ്രൈവിംഗ് ക്യാബ്. അപ്പോൾ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു. ഇതല്പം പഴയ വണ്ടിയാണ്. 23 നമ്പറാണ്. വേറെ ഏതോ സോണിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നത്. കാര്യം ഇതിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ഓറഞ്ച് കളർ വണ്ടിയായിരുന്നു. വണ്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ മുൻപ് എൻഡിലേക്ക് വന്നാലാണ് നമ്മുടെ ക്ലോക്ക് റൂം ഇരിക്കുന്നത്. ഇതാണ് ക്ലോക്ക് റൂം. ഇതിനകത്താണ് ഞാൻ എൻ്റെ ബാഗ് വെച്ചത്. നമുക്കൊന്ന് ബാഗ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. 30 രൂപയാണ് ഒരു ബാഗ് വെക്കുന്നത്. അയാൾ പറഞ്ഞാൽ 30 അല്ലെങ്കിൽ 40 ബാഗിന് വലുപ്പം അനുസരിച്ച് റേറ്റ് എന്ന് പറഞ്ഞത്. ഇതാണ് ക്ലോക്ക് റൂം. എൻ്റെ ബാഗ് ഇവിടെ എടുക്കും. നമ്മുടെ ബാഗൊക്കെ തിരിച്ചെടുത്തു. ഇനി നമുക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് പോകാം. പ്ലാറ്റ്ഫോം 2 നമ്മൾ വണ്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയിലേക്ക് കയറാം. ഞാൻ വിശാഖപട്ടണം എക്സ്പ്രസ്സിന് വന്നതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്തൊക്കെ പോയി കുറച്ച് കറങ്ങിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ലോക്കൽ സ്റ്റൈൽ ഫുഡ് കഴിച്ചായിരുന്നു. അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 തന്നെ പോകുന്ന ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നായിരുന്നു. ഇതാണ് ഫുട് ഓവർ ബ്രിഡ്ജ്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഇന്ത്യൻ റെയിൽവേയിൽ പുതിയതായിട്ട് പണിയുന്ന എല്ലാ ഫുട് ഓവർ ബ്രിഡ്ജാണ്. നല്ല വീതിക്ക്. ഇത് ആക്ച്വലി നേരെ ഫർദർ മെട്രോ സ്റ്റേഷനിലേക്ക് കൂടെ കണക്ട് ആവും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 2 എന്നാണ്. അങ്ങോട്ട് പോകാൻ എസ്കലേറ്റർ ഇല്ല, ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ പടി ഇറങ്ങി അങ്ങ് പോവാം. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2, 3. റൈറ്റ് സൈഡിൽ 3, ലെഫ്റ്റ് സൈഡിൽ 2 നിന്നാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിപ്പോൾ C1 ആണ്. എൻ്റെ C7 ഏറ്റവും മറ്റേ അറ്റത്തിൽ. അത് കോലാപ്പൂരിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കോച്ച്. നമുക്കെന്നാൽ പിന്നെ പതുക്കെ അപ്പം തന്നെ പോകാം. ഇവിടെ ഇപ്പോൾ ഡോറുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് മറ്റേ ക്ലീനിങ്ങിന് വേണ്ടി. 2:15 ഇവിടെ നിന്ന് പോവുക. പിന്നെ ഈ സമയമുണ്ട്. എനിക്കത് 2 മണിക്കാകുമ്പോൾ കയറി തുറക്കാൻ. ഇനി മണി 1:30. ഇതാണ് എൻ്റെ കോച്ച് 235754 C7 44. ലെഫ്റ്റ് സൈഡിലൊരു ഫോർവേഡ് ഫേസിങ് വിൻഡോ സീറ്റാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് എല്ലാ യാത്രയും തുടങ്ങുമ്പോൾ ലോക്കോ കാണുമെന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. പിന്നെ ലോക്കോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രൈവിംഗ് ക്യാബാണ് കാണുന്നത്. ഇതാണ് ലീഡിങ് ഡ്രൈവിംഗ് ക്യാബ്. അപ്പോൾ നമ്മുടെ അതിന് ഡോർ ഓപ്പൺ ആയി ആൾക്കാർ ഇടിച്ച് കയറി തുടങ്ങി. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയറിപ്പോൾ നമ്മുടെ സീറ്റൊന്ന് ഇരുന്നിട്ട് സീറ്റ് റിവ്യൂ ചെയ്യാം. അപ്പം എന്നാൽ പിന്നെ നമുക്ക് വലതുകാല് വെച്ച് കയറിയേക്കാം. ആണ് C7. ഒക്ടോബർ 2023 ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ പണിത കോച്ചാണ്. 235754 DTC2 ടൈപ്പ് കോച്ചാണിത്. ഇതാണ് നമ്മുടെ കോച്ച്. ആൾക്കാരൊക്കെ അകത്ത് കയറി കഴിഞ്ഞു. 44 ഈ വിൻഡോ സീറ്റാണ് നമ്മുടെ. അപ്പോൾ നമുക്കെന്നാൽ പെട്ടെന്ന് നമ്മുടെ സീറ്റ് നോക്കിയേക്കാം. നമ്മുടെ കോ പാസഞ്ചർ വരുന്നതിന് മുമ്പ് പ്രായം കാണിക്കുന്നുണ്ട്. ടേബിളിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. സീറ്റിലോട്ടിരുന്ന് നോക്കാം. പതിവ് പോലെയുള്ള സീറ്റാണ്. പക്ഷേ സത്യം പറയണമല്ലോ, എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു. ബാക്ക് റെസ്റ്റ് ഭയങ്കര ഹാർഡാണ്. പിന്നെ നമ്മുടെ തൈ സപ്പോർട്ട് തീരെ കുറവാന്ന് തോന്നുന്നു വേണ്ടിയിട്ട്. സാധാരണ സീറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല സംഭവം. പിന്നെ ബാക്കിയൊക്കെ എന്താ ലെഗ് റൂമൊക്കെ പതിവ് പോലെ ഇങ്ങനത്തെ ഒരു ഫുഡ് റെസ്റ്റാണ്. പതിവ് പോലെ വൃത്തികെട്ട സ്ഥലത്ത് വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ. പിന്നെ മാഗസിൻ പൗച്ചുണ്ട്. പിന്നെ ഇതിൽ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇത് കുറച്ചായി, 2 വർഷത്തോളമായി. ഒക്ടോബർ 2023 പറയുമ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായിട്ട്
ഓടിക്കൊണ്ടിരിക്കുന്ന റേറ്റല്ലേ, അതിൻ്റേതായ പ്രായത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതാണ് നമ്മുടെ വിൻഡോ. ഇതൊരു എമർജൻസി വിൻഡോ ആണ്. ഹാമർ ഇട്ട് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടി വരും എന്നാണ് അവർ പറയുന്നത്. ഈ ഏകദേശം ഫുള്ളാണ്. ഈ കോച്ചിൽ 2 സീറ്റ് ഒറ്റമാണ് കാലിയുള്ളത്. ബാക്കിയൊക്കെ ക്രൗഡഡ് ആയിട്ടാണ് ഞാൻ നോക്കി ചാർട്ട് കണ്ടപ്പോൾ കണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. നമ്മുടെ ടോയ്ലറ്റ്, ഇത് ഫസ്റ്റ് കോച്ചാണ്. ഇതിനകത്ത് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ്. ഇതിൻ്റെ ഓപ്പൺ ക്ലോസ് ബട്ടണൊക്കെ വർക്ക് ചെയ്യണ്ടോ ആവോ, ഇല്ല, അനക്കമൊന്നുമില്ല. തള്ളിക്കഴിഞ്ഞാൽ ഇതൊന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോയി. കയറിയിട്ട് അടച്ചിടുക. ഞാൻ ടോയ്ലറ്റ് ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട്. വെള്ളമാണ് എല്ലാ സ്ഥലത്തും. ആണ് നമ്മുടെ ടോയ്ലറ്റ്. ഇതിനകത്ത് മറ്റേ നാപ്പി ചേഞ്ച് സ്റ്റേഷനൊക്കെ ഉണ്ട്. കുട്ടികളെ നാപ്പി മാറ്റണമെങ്കിൽ കുട്ടികളെ അവിടെ കിടത്തി നമുക്ക് നാപ്പി ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേഷനുണ്ട്. ബേബി ചേഞ്ച് സ്റ്റേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബേബിയെ മാറ്റും, ബേബി ചേഞ്ചിങ് സ്റ്റേഷൻ. ഇതൊക്കെയാണ്. ദക്ഷിൺ പൂർവ്വ മധ്യ റെയിൽ റായ്പൂർ മണ്ഡൽ കോച്ചിങ് ഡെപ്പോ ദുർഗ്, അവിടുന്ന് ഒളിച്ചോടി വന്ന റേക്കാണിത്. അപ്പോൾ നമുക്ക് പുറപ്പെടാൻ ഇനി ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. 15 അല്ല, 19 മിനിറ്റും കൂടി ഉണ്ട്. എച്ച് വീലർ ആൻഡ് കോ, ഇത് പഴയതാണ്. നമ്മുടെ സൗത്തിൽ നമ്മൾ ഹിഗിൻ ബോതംസിൻ്റെ അതുപോലെ ഇവിടെ എച്ച് വീലറാണ്. ഇവിടെ മാത്രം കണ്ടൊരു ബ്രാൻഡ് ചിപ്സോണോ എന്ന് പറഞ്ഞാൽ ചിപ്സിൻ്റെ ഒരു ബ്രാൻഡ്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഈ എച്ച് വീലർ എന്ന് പറയുന്നത് നമ്മുടെ ഹിഗിൻ ബോതംസ് പോലെ തന്നെ ബുക്ക് ഡീലേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ബുക്ക് പോയിട്ട് ഫുഡായി. ഒരു ലസ്സി മേടിച്ചു, പേപ്പർ ബോട്ടിൽ ലസ്സിയാണ് ആദ്യമായിട്ട് കാണുന്നത്. ലസ്സി മേടിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. റോസ് ലസ്സിയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സമയം ഇപ്പോൾ 1:58. നമുക്കിനിയൊരു 17 മിനിറ്റ് കൊണ്ട് പുറപ്പെടാം. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിനെ പറ്റി ചില കാര്യങ്ങൾ പറയണമല്ലോ. നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് 20674 കോലാപ്പൂർ വന്ദേ ഭാരതാണ്. ആഴ്ച 3 ദിവസമാണ്. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ട്രെയിൻ ഓടുന്നത്. പിന്നെ 3 ദിവസങ്ങൾ ഈ ട്രെയിന്, അതായത് തിങ്കൾ, വ്യാഴം, ശനിയാണെന്ന് തോന്നുന്നു. ഈ ട്രെയിൻ പൂനെയിൽ നിന്ന് ഹുബ്ലിയിലേക്കാണ് ഓടുന്നത്. ഈ 3 ദിവസം, അതായത് ബുധൻ, വെള്ളി, ശനി ദിവസങ്ങളിൽ മാത്രം പൂനെയിൽ നിന്ന് കോലാപ്പൂരിലേക്കാണ് ഓടുന്നത്. ഇതിൻ്റെ ചെയർ കാറിലെ ഫെയർ എന്ന് പറയുന്നത് 890 രൂപയാണ് ചെയർ കാറിലെ ഫെയർ. 890 രൂപയിൽ 86 രൂപ കാറ്ററിംഗ് ചാർജാണ്. ഈ ട്രെയിനിൽ നമുക്ക് ഫുഡായിട്ട് സ്നാക്സ് മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ ഡിന്നറില്ല. കാര്യം ഇത് ഉച്ചയ്ക്ക് 2:15 പുറപ്പെട്ട് വൈകുന്നേരം 7:40 കൊലാപ്പൂരിലെത്തും. എക്സിക്യൂട്ടീവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 1715 രൂപയാണ് ടിക്കറ്റ്. അതിൽ 125 രൂപയാണ് കാറ്ററിംഗ് ചാർജസ്. ഇതാണ് ഈ സർവീസിൻ്റെ കാര്യം. ഇത് കൂടാതെ മുംബൈയിൽ നിന്ന് കോലാപ്പൂരിലേക്ക് ഒരു വന്ദേ ഭാരത് അധികം താമസിയാതെ തുടങ്ങുമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. നിലവിൽ പുള്ളിയിൽ നിന്ന് കോലാപ്പൂരിലേക്ക് പോകുന്ന ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇതാണ്. 5 മണിക്കൂർ 25 മിനിറ്റ് മതി. ബസ്സുകൾക്ക് റോഡ് പോകാൻ 5 മണിക്കൂർ മതി. ഇത് വന്ദേ ഭാരതായിട്ട് കൂടി 5 മണിക്കൂർ 25 മിനിറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ മഹാലക്ഷ്മി എക്സ്പ്രസ്സിന് 7 മണിക്കൂറാണ്. കോയന എക്സ്പ്രസ് പകലോടുന്ന മറ്റൊരു ട്രെയിൻ 7 മണിക്കൂർ 45 മിനിറ്റ് ഉണ്ട്. ഇതിന് നമ്മൾ വഴി വെച്ച് ഓവർടേക്കും. ഇതിപ്പോൾ പോയിട്ടുണ്ട് അല്പം മുമ്പായിട്ട്. നമ്മൾ പുറപ്പെടുന്ന ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ടർ കാണാൻ വയ്യ. സ്റ്റാർട്ടർ ഇങ്ങനെ വളവിനപ്പുറത്താന്ന് തോന്നുന്നു. സ്റ്റാർട്ടർ കണ്ടുകൂടാം. രണ്ടേ കാലിന് വാതിലടഞ്ഞു. സമയം കൃത്യം 2:15. दरवाजे बंद है. കാലിന് തന്നെ വണ്ടി പുറപ്പെട്ടു കൃത്യസമയം. റെയിൽവേ ക്ലോക്കിൽ 2:15 തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പുണെ ജംഗ്ഷനിൽ നിന്നും കൊലാപ്പൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. പുണെ ജംഗ്ഷനിൽ നിന്ന്. നിലവിൽ എൻ്റെ അടുത്തുള്ള സീറ്റ് കാലിയാണ്. ഇതിങ്ങനെ തന്നെയായിരുന്നു കൊള്ളാതെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഇരിക്കാം. എട്ട് കിലോമീറ്റർ സ്പീഡായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആയിരുന്നു സ്റ്റാർട്ടർ സിഗ്നൽ. ഇത് കാണാൻ വയ്യായിരുന്നു. അപ്പം നമ്മളങ്ങനെ പൂനെ നിന്ന് പുറപ്പെട്ടു.
ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അങ്ങ് പോകുന്ന ലൈനുകൾ ടുവേർഡ്സ് ദൗണ്ട് പോകും. ദൗണ്ട്, കുർഡുവാടി, സോലാപൂർ അങ്ങനെ പോകും. നമ്മൾ വലതുവശം പിടിച്ച് കോലാപൂർ ഭാഗത്തേക്ക് പോവാണ്. ഇത് മീരജിലേക്ക് പോകുന്ന ലൈനാണ്. മീരജിൽ നിന്നാണ് നമ്മൾ കോലാപൂരിലേക്ക് തിരിക്കുക. പത്രം കൊണ്ടുവന്നു കേട്ടോ. കട്ടി ഉണ്ടോ? ഇത്രയും കട്ടിയുണ്ട് പത്രത്തിന്. ഞാൻ വെച്ച് 2 പത്രം, ഒറ്റ പത്രം തന്നെ. ടൈംസ് ഓഫ് ഇന്ത്യയാണ്. 82 പേജ് ഉണ്ടെന്ന് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ ഹൂബ്ലി എഡീഷനാണിത്. പിന്നെ രാവിലെ ഹൂബ്ലിയിൽ നിന്ന് കയറ്റിയ പേപ്പറാണിത്. അതിനകത്ത് കുറേ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. കൂടാതെ ഹുബ്ബള്ളി ടൈംസ് ഉണ്ട് ഇതിനകത്ത്. ടൈംസ് ഓഫ് ഇന്ത്യ കണ്ടിട്ട് കുറേ കാലമായി. ഇത് അവിടെയായിട്ട് കോച്ചിങ് ഡിപ്പോ ആണ്. ഗോർപ്പടിയാടാണെന്ന് തോന്നുന്നത് കോച്ചിങ് ഡിപ്പോ. നമ്മൾ നാളെ വീണ്ടും ഇതേ റൂട്ട് വഴി വരുന്നുണ്ട്. നാളെ നമ്മൾ തിരിച്ച് പൂനെയിലോട്ട് വരുമ്പോൾ ഇതേ റൂട്ട് വഴി വീണ്ടും പകൽ വരും. അപ്പോൾ നമുക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് പകൽ വെച്ചിട്ട് കാണാം. ഇത് കണ്ടത് പിറ്റ് ലൈൻസ് ആണ്. പിക്കപ്പ് പിടിച്ചു. ഈ ഇടതുവശത്തോടെ വിരിഞ്ഞ് കിടക്കുന്നതാണ് പൂനെ യാർഡ്, ഘോർപ്പടി യാർഡ്. ഇതിൻ്റെ അങ്ങേയറ്റത്ത് ഫാർദസ്റ്റ് എൻഡിൽ നമ്മുടെ ഇതാണ് എന്താ പറയുക കോച്ചിങ് ഡിപ്പോ ആണ്. ഇപ്പോഴത്തെ സൈഡിൽ ഫ്രൈറ്റ്. ഈ ഇറങ്ങിപ്പോകുന്ന ഒരു വാഗണാണ്. ഷെഡിന് പിന്നെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതൊരു സിംഗിൾ ലൈൻ സെക്ഷനാണ്. കൂടുതൽ ദൂരവും ഡബിളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം ഭാഗം ഡബിൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ലോക്കോ ഷെഡ് കാണാം. പഴയ ഡീസൽ ലോക്കോ ഷെഡാണ് തോന്നുന്നു. നമ്മൾ പുറപ്പെട്ടുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിൽ വന്നു. റെയിൽ നീര് 1/2 ലിറ്ററിൻ്റെ 10 രൂപയുടെ ബോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ഥലത്തുണ്ട് പെട്രോളിയം സൈഡിങ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ മൊത്തം 326 കിലോമീറ്ററാണ് ഓടുന്നത് പൂനെയിൽ നിന്ന് കൊലാപ്പൂരിലേക്ക്. ഈ 326 കിലോമീറ്ററിൽ നമുക്ക് 5 സ്റ്റോപ്പുണ്ട്. അതായത് പൂനെയും കൊലാപ്പൂർ ഒഴികെ 5 സ്റ്റോപ്പുകളുണ്ട്. സത്താര, കരാട്, കിർലോസ്കർവാടി, സാംഗ്ലി, മീരജ് എന്ന സ്റ്റോപ്പാണ് നമുക്കുള്ളത്. ഇതൊരു ഘാട്ട് സെക്ഷൻ വഴിയാണ് കാണുന്നത്. സിന്ധാവണ എന്ന് പറഞ്ഞൊരു ഘാട്ടാണ്. നല്ലൊരു വളവാണ് ഈ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് കോച്ചിലായതുകൊണ്ട് നമുക്ക് വളം അങ്ങനെ കാണാൻ പറ്റില്ല. പുറകോട്ട് കാണാൻ പറ്റും. നോക്കാം, പുറകോട്ട് ചെറുതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഷിൻഡാവണ എന്ന് പറഞ്ഞൊരു ഘാട്ട് സെക്ഷൻ വഴിയാണ് പോകുന്നത്. ഈ ഷിൻഡാവണ ഘാട്ട് സെക്ഷൻ നല്ല ഭംഗിയുള്ളൊരു ഘാട്ട് സെക്ഷനാണ്. നമ്മളത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതുവഴി തന്നെയാണ് നമുക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചും പൂനെയിലേക്ക് തന്നെ വരുന്നത്. നാളെ കോയന എക്സ്പ്രസ്സിന് തിരിച്ച് പൂനെക്ക് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ട് കവർ ചെയ്യാം. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. അങ്ങ് ദൂരെ കാണുന്നില്ല പെട്രോളിയം സൈഡിങ്. അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് വളഞ്ഞുകൊണ്ട് വന്നത്. അങ്ങ് ദൂരെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുന്നതോ എനിക്കറിയില്ല. അതാണ് പൂനെ സിറ്റി. നല്ല അടിപൊളി വളവാണ്. അങ്ങനെ ടണൽ വേണ്ട, നമുക്ക് കയറാനുള്ള ടണലത്. ഈവനിങ് സ്നാക്ക് വന്നു കഴിഞ്ഞു. അത് പതിവുള്ള ഐറ്റംസില്ല. ഐറ്റംസ് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് സാധനം കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത ഇത് ബ്രാൻഡാണ്. നെമ്മി പിന്നെ ചായ, ജ്യൂസ്, ഒരു സ്വീറ്റ് ഉണ്ട്, പറ്റീസ, ബ്രെഡ് കഴിച്ചതിനകത്ത്
സമോസയാണ് വന്നിരിക്കുന്നത്. ആ സമോസ അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി സമോസ. കപ്പലിൻ്റെയും മല്ലിയും ജീരകവും ഒക്കെ ഉള്ള സമോസ, നല്ല ഫില്ലിംഗ് ആണ് ഇതിൻ്റെ. സൂപ്പറാണ്. അടിപൊളി. ഒരു ടണലിന് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ഇതൊക്കെ നാളെ നമ്മൾ പൊളിക്കാൻ കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഈ ട്രെയിൻ വന്ന വഴി ദൂരെ കാണാം. അപ്പുറത്തെ സൈഡ് നല്ല ഭംഗിയുള്ള കാഴ്ച. അടിപൊളി. ഈ റൂട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു മറ്റേ ഇത് വേണം, നമ്മുടെ വിസ്താടും കോച്ച് വേണം. സൂപ്പറായിരിക്കും, നല്ല ഭംഗിയുള്ള റൂട്ടാണ്. വണ്ടി ഫുള്ളാണ്, അത്ര ഫുള്ളല്ല എന്നാലും ഫുള്ളാണ്. നല്ല ഭംഗിയുള്ള സ്ട്രെച്ചാണ്. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ പുള്ളിക്കാരൻ്റെ. ഇതൊരു മറാഠി ചാനലാണ്. നല്ല ഫുഡ് റിവ്യൂസാണ് ഈ പുള്ളിയുടെ. അപ്പോൾ പുള്ളി അതിനകത്ത് മാണ്ഡവി എക്സ്പ്രസ് റിവ്യൂ ഉണ്ടായിരുന്നു. എനിക്കന്ന് നമ്മുടെ മാണ്ഡവി എക്സ്പ്രസ് യാത്രയാണ് ഓർമ്മ വന്നത്. അടിപൊളിയാണത്. എന്താ സംഭവം എന്നറിയില്ല, ഒരു കുറച്ച് കോച്ചസ്, ട്രെയിൻ മൊത്തം ഉണ്ടെന്ന് തോന്നില്ല, കുറച്ച് കോച്ചസ് ഇടുന്നുണ്ട്. ഏതോ സ്റ്റേഷനാണ്, പൾഷി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ലൂപ്പ് ലൈൻ സ്കിപ്പ് ആയിരുന്നു. മെയിൻ ലൈനിൽ എനിക്ക് ആ കോച്ച് വരുന്നുണ്ട്, അത് ലൂപ്പ് ലൈൻ ആയിരുന്നു. ജസ്റ്റ് മെയിൻ ലൈനിൽ തിരിച്ചു വരുന്നു, അത്രയായിട്ടും. ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇത്രയും കാലം ഈ റൂട്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്തു. ഈ റൂട്ട് നമ്മൾ വരാൻ ഭയങ്കര മോശമായിപ്പോയി. നാളെ കൊയിന എക്സ്പ്രസ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇതുപോലെ കിട്ടിയാൽ മതി. നല്ല പച്ചപ്പാണ്, നല്ല ഭംഗിയുണ്ട്. നാളെ നമ്മൾ കൊയിന എക്സ്പ്രസ്സിൽ ഇതേ റൂട്ടിൽ യാത്ര ചെയ്യുന്നത് കൊലാപ്പൂർ ടു പുനെ. ഞാൻ വാതിക്ക് നിന്നൊരു വഴിയോ നാളെ സാക്ഷിയില്ല. നമ്മളിപ്പോൾ 87 കിലോമീറ്റർ 90 കിലോമീറ്ററിൻ്റെ അടുത്ത് സ്പീഡിലാണ് പോയിട്ടിരിക്കുന്നത്. 86 കിലോമീറ്റർ സ്പീഡിൽ 4:37 നമ്മുടെ അടുത്ത സ്റ്റോപ്പ് സത്താരയിൽ നമ്മളെത്തി. ഇപ്പം 4 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ സീറ്റ് അതിൽ ഫോണിൽ ഞാൻ എന്തൊക്കെയോ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രക്ഷയില്ല ബ്രോ, ഒരു രക്ഷയില്ല. നാളെ ഞാൻ റൈറ്റ് സൈഡ് മാത്രമേ കവർ ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിൽ നല്ല കാഴ്ചകളാണ്. നമ്മൾ സത്താര സ്റ്റേഷനോട് കയറാൻ പോവാം. നമ്മളെക്കാട്ട് ഒരു 2 മണിക്കൂർ മുന്നേ ഇവിടുന്ന് പോയ കൊയിന എക്സ്പ്രസ്, 2 മണിക്കൂറില്ല, ഏകദേശം 2 മണിക്കൂർ മുന്നേ പോയ കൊയിന എക്സ്പ്രസ് ഇപ്പോൾ ജസ്റ്റ് സത്താര വിട്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് നേരം സത്താര സ്റ്റേഷൻ്റെ ഹോം സിഗ്നലാണെന്ന് പുറത്ത് കിടന്നായിരുന്നു. ഇപ്പം എന്നിട്ട് ജസ്റ്റ് ഉള്ളിലൂടെ കടന്നു തുടങ്ങിയിട്ടുള്ളൂ, അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. ഏത് സൈഡിലെ സ്റ്റേഷൻ വരാമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പകലെ യാത്ര ചെയ്യുന്നത്. സ്റ്റേഷനിലൂടെ വരാം, ഇപ്പോഴത്തെ സൈഡിൽ തന്നെയാണ് തോന്നുന്നു പ്ലാറ്റ്ഫോം. നമ്മൾ സത്താരയിലേക്ക് എത്തി. സമയം ഇപ്പം 4:36. നമ്മൾ 4 മിനിറ്റ് ലേറ്റാണ്. പ്ലാറ്റ്ഫോമിൻ്റെ നല്ലൊരു ഭാഗം കോർഡൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് വർക്കിന് വേണ്ടി. അപ്പുറത്തെ സൈഡിലാണ് തോന്നുന്നു മെയിൻ പ്ലാറ്റ്ഫോം, സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. എന്താണ് ഒന്നിൽ വിടാണ്ട് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. സെൻട്രൽ റെയിലിൽ ഓടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിലും ഈ വണ്ടിയുടെ നമ്പർ 20674 എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്
ഹൂബ്ലി ബേസ്ഡ് റേക്കാണ്. അപ്പോൾ ഹൂബ്ലിയിൽ നിന്ന് വരുന്ന റേക്കാണിത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണിത്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനത്തെ ഒരു നമ്പർ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കയറാം. ഒരുപാടൊന്നും സമയമില്ല, പെട്ടെന്ന് പോവിടണം. ഇങ്ങോട്ടാണ് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലത്തെ കോച്ചാണല്ലോ. ഇപ്പോഴത്തെ ഇതിൽ എന്താ പറയുന്നത്, ഒരു ഷെൽട്ടറൊന്നും ഇല്ലാത്ത പ്ലാറ്റ്ഫോമാണ്. അൾട്രാവൈഡ് കിടക്കുമായിരുന്നു വീഡിയോ. ഏതാണ് നല്ലതെന്ന് പറയണം കേട്ടോ. അൾട്രാവൈഡ് നമ്മുടെ വിൻഡോയിൽ ഇരുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാവൈഡ് സുഖം. ഫുൾ ടൈം സ്റ്റാർട്ടറിലോട്ട് നോക്കിയിരിക്കുകയാണ്. ദർവാസെ ബന്ദ് ഹോ രഹേ ഹേ എന്ന് പറഞ്ഞു. 4:42. അപ്പോൾ വണ്ടി അത്യാവശ്യം നല്ലോണം ലേറ്റാണ്. ഡോർ ഞങ്ങൾക്ക് സംഭവം അറിയില്ല. വല്ല ക്രോസിങ്ങോ ഒന്നും വരുന്ന കണ്ടില്ല. അപ്പോൾ അങ്ങനെ വിട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കരാടിലാണ്. കരാട് എന്ന് പറയുന്നത് 59 കിലോമീറ്റർ. 59 കിലോമീറ്റർ വേണ്ടിയാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് വരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കോയിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. കാരണം അത് ചറവ നിർത്തി പോകുന്നൊരു ട്രെയിനാണത്. स्वचालित धुआं और आग का पता लगाने वाली प्रणाली से सुसज्जित है। यात्रियों से अनुरोध है कि वे ट्रेन और शौचालय के अंदर धूम्रपान न करें. ഇതാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്. കോരേഗാവ് സ്റ്റേഷനാണ്. കോയിനെ നമ്മളിവിടെ ഓവർടേക്കാണ്. ജനശതാബ്ദി ടൈപ്പ് എ സി ചേർക്കാറാണ്. WKM3 അടിപൊളി. നാളെ നമുക്ക് ഇതിലാണ് യാത്ര. നാളെ നമുക്ക് WKM3 കിട്ടുമായിരിക്കും. ഇതാണ് കോരേഗാവ് സ്റ്റേഷൻ. ഇവിടോട്ടൊക്കെ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ ട്രാക്ക് ഇടാനുള്ള ട്രാക്ക് ബെഡ് റെഡിയാക്കുന്നുള്ളൂ. അതിൻ്റെ വർക്ക് നടക്കുകയെന്ന് തോന്നുന്നു. ഇവിടെ പുതിയ പാലമൊക്കെ വന്നിട്ടുണ്ട്. പാലം പണിതാൻ ഇവിടെ റിട്ടേണിങ് വാളിൻ്റെ വരെ ഓർത്തു. ഇവിടം വരെ ട്രാക്ക് കൂട്ടുണ്ട്. മസൂർ സ്റ്റേഷനിൽ കൂടെ സ്റ്റേഷൻ കൂടെ ഇപ്പോൾ ഇവിടെ ഒരു MT റേക്ക് കിടക്കുന്നുണ്ട്. MT റേക്കാണ്. മെയിൻ ലൈനിൽ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലൂപ്പ് ലൈൻ വഴി നമ്മൾ സ്കിപ്പ് ചെയ്യണം. കരിമ്പ് കൃഷിയാണ് മെയിനായിട്ട്. ഇഷ്ടംപോലെ കരിമ്പാണ്. ഒരു വാഗൺ ആൻഡ് ഹൗൾഡ് HB റേക്ക്. ഇത് മഹാരാഷ്ട്രയിലാണ്.
ചെറിയ സ്റ്റേഷനാണ്. ഇതാണ് കരാട് സ്റ്റേഷൻ. കരാട് സ്റ്റേഷനിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അവിടെയാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സ് എടുത്ത് തരികയുണ്ടോ, അവിടെയാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. ഇതാണ് കരാട് സ്റ്റേഷൻ. കരാട് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സമയം 5:33. സ്റ്റാർട്ടർ ആയിട്ടില്ല. കാണുന്ന സിഗ്നൽ എന്തായാലും റെഡാണ്. സ്റ്റാർട്ടർ അല്ലാന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നല്ല പെയിൻറ്റിങ് വെച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റേഷൻ ബിൽഡിങ് നല്ല ഭംഗിയായിട്ട് കാണാൻ. പഴയ ബിൽഡിങ്. ട്രെയിൻ വിടുകയായി. ഡോറടയ്ക്കാനുള്ള ഇൻഡിക്കേഷൻ വന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും പുറപ്പെട്ടു. നമ്മൾ കരാടിൽ ജസ്റ്റ് ഇറങ്ങുന്നു. ഇവിടെ സ്റ്റേഷനിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമൃത് ഭാരതാണോ എന്നറിയില്ല. അവിടെ എന്തൊക്കെയോ പുറത്ത് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. ഭംഗിയുള്ള സ്റ്റേഷനാണ്. കുഞ്ഞി സ്റ്റേഷനാണ്. അടുത്ത സ്റ്റോപ്പ് കിർലോസ്കർ വാടി. കിർലോസ്കർ ഫാമിലിയുടെ സ്ഥലം വഴിയായിരിക്കും. ഡ്രൈവിംഗ് ക്യാബ് വണ്ടി കാണാം. വണ്ടി ഏകദേശം 100 km അടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഒരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ട് ഓടിക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് പോയി ഒളിഞ്ഞു നോക്കിയില്ലായിരുന്നു LP-മാരുടെ ഇതിൽ കൂടെ ക്യാബിനിലേക്ക്. നമ്മുടെ കേരളത്തിലെ വന്ദേ ഭാരതുകളുണ്ടല്ലോ, കേരളത്തിൽ നമ്മൾ 2 വന്ദേ ഭാരതുകളിലും ക്യാബിൻ കാണാൻ പറ്റില്ല. അവരത് മറച്ചു വെച്ചിരിക്കുക. കാരണം എന്താ പറയുമോ, നമ്മുടെ ആൾക്കാർ പോയിട്ട് നോക്ക് ചെയ്ത് ഡ്രൈവർമാരെ, അതായത് ലോക്കോ പൈലറ്റുമാരെ ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഡ്രൈവിംഗ് സമയത്തുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട കാരണം ആൾക്കാർ അവിടെ നിന്ന് ബഹളം വയ്ക്കുക, അവിടെ നിന്ന് നോക്ക് ചെയ്യുക, ലോക്കോ പൈലറ്റുമാരെ ഡിസ്റ്റർബ് ചെയ്യുക, വാതിൽ തുറന്നകത്ത് കിടക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ ജനൽ അങ്ങ് സീൽ ചെയ്തു. ജനൽ അവർ പേപ്പറും ഇതൊക്കെ വെച്ച് ഒട്ടിച്ച് അടച്ചു വെച്ചു. മലയാളികളുടെ പ്രബുദ്ധതയാണിത്. ബാക്കിയുള്ള കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലെ വന്ദേ ഭാരതുകളിലൊന്നും ഈ പ്രശ്നമില്ല. മിക്കവാറും എല്ലാ സ്ഥലത്തും ആ ഗ്ലാസ് ഓപ്പണാണ്. ചില സ്ഥലത്ത് അവർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷേ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഗ്ലാസ് ഓപ്പണാണ്. കാര്യം ആൾക്കാർക്ക് അറിയാം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവനം വെച്ചാണ്, നമ്മുടെ ജീവൻ അവരുടെ കയ്യിലാണെന്നുള്ളത്. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത സ്റ്റോപ്പ് എത്താറായി തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കിർലോസ്കർ വാടി. ഇത് ബേസിക്കലി കിർലോസ്കർ കമ്പനിയുടെ ഒരു ടൗൺഷിപ്പാണിത്. ഇത് നമ്മുടെ ടാറ്റാനഗർ എന്നൊക്കെ പറയുന്ന പോലെ കിർലോസ്കർ ഇൻഡസ്ട്രീസിന് ചുറ്റുവട്ടത്തായിട്ട് കിർലോസ്കർ ഡെവലപ്പ് ചെയ്ത ടൗൺഷിപ്പാണ് കിർലോസ്കർ വാടി എന്ന് പറയുന്നത്. ഏകദേശം 100 വർഷത്തിൽ പഴയതാണിത്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഡബിൾഡാണ് ലൈന്. "100 years of കിർലോസ്കർ വാടി" എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. ആ ബോർഡ് അടുത്ത് വല്ലതും കിട്ടുമോ നോക്കാൻ നോക്കി. ഇവിടെ എങ്ങാനുണ്ടോ നോക്കാം. ക്ലിയർ ആയിട്ട് ഫോട്ടോ കിട്ടുമോ നോക്കണം ആ ബോർഡിൻ്റെ. ഇതാണ് കിർലോസ്കർ വാടി സ്റ്റേഷൻ. ഇവിടെ ഒന്നും ബോർഡില്ല. മറ്റേ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു 100 years of കിർലോസ്കർ വാടി എന്ന് പറഞ്ഞ ബോർഡ്. ഇവിടെ ബോർഡൊന്നുമില്ല. നമ്മുടെ സ്റ്റാർട്ടർ എന്തായാലും റെഡാണ്.
എല്ലാ സ്റ്റേഷനിലും ആൾക്കാർ ഇതുപോലെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് റെസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻ പുറകോട്ടുള്ളത്. കൊള്ളാൻ നേരം കുഞ്ഞ് സ്റ്റേഷനാണ്. ഹോൺ അടിച്ചു. ഇപ്പോൾ ഡോറടയും. ट्रेन चलने के लिए तैयार है। यात्रीगण कृपया समय से अपनी सीट पर बैठ जाएं। दरवाजे से बाहर न छूटें। न ही दरवाजे पर होने की बात को अवरुद्ध करें। दरवाजे पर होने की बात അപ്പോൾ വാതിലടഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് സാംഗ്ലിയാണ്. നമ്മുടെ ട്രെയിനിലുള്ള ഒരു സ്റ്റാഫ് പറഞ്ഞ സാംഗ്ലി വരെ വണ്ടിയിൽ തിരക്കുണ്ടാവുള്ളൂ എന്നാണ്. അതിന് മാത്രം വലിയ തിരക്കൊന്നുമില്ല. ഇത് ആക്ച്വലി സാംഗ്ലി ജില്ലയിലുള്ളതാണ്. കിർലോസ്കർ വാടി ഒരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ് ഞാൻ പറഞ്ഞ പോലെ. ഇവിടെയൊക്കെ ട്രാക്ക് ഡബിൾഡാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഡബിൾഡാണ്. എത്രത്തോളം ദൂരം ഡബിൾഡാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ സിംഗിൾ ലൈനുണ്ട്. നല്ല നാളെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ക്ലിയർ പിക്ചർ കിട്ടും. താലൂക്ക് പളൂസ് താലൂക്കിലെ സാംഗ്ലി ജില്ലയിലാണ് ഈ സ്ഥലം. ഇതോ കാണുന്ന സാംഗ്ലി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണ്. വലിയ സ്റ്റേഷൻ കേട്ടോ. 1 2 4 പ്ലാറ്റ്ഫോമുണ്ട്. 4 5 പ്ലാറ്റ്ഫോമുണ്ട്. ഇനി അടുത്ത പ്ലാറ്റ്ഫോം ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ബോക്സിയാട് മാത്രമാണ്. ഇവർ കഴിഞ്ഞ സ്റ്റേഷനിലും ഇതുപോലെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഓടുന്നുണ്ടായിരുന്നു. എല്ലാ സ്റ്റേഷനിലും ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കുന്നത് എന്തിനാ മനസ്സിലാവുന്നില്ല. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കിവിടെ ഇറങ്ങി. നല്ല രീതിക്ക് തിരക്കിവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 6:25 6:24 ഇവിടെ എത്തിയിട്ടുണ്ട്. ഇയാളുടെ ഫോട്ടോ തന്നെ കേട്ടോ എല്ലാ സ്റ്റേഷനിലും. ആ കൊച്ചിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കലാണ് ഇയാളുടെ പണി എല്ലാ സ്റ്റേഷനിലും. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. 11 നിമിഷത്തിൽ ഡോറടയും. എന്തിനാ സുഖമാണോ അത്? അപ്പോൾ ഡോറടഞ്ഞു. നമ്മളിപ്പോൾ സാംഗ്ലി എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു കഷ്ടി ഒരു 6-7 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റോപ്പാണ് മീരജ്. മീരജ് ഒരു മേജർ റെയിൽവേ ജംഗ്ഷൻ. ശരിക്കും സാംഗ്ലിയാണ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. സാംഗ്ലി ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് മീരജ്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ. 2 സ്ഥലത്ത് വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ആക്ച്വലി ട്വിൻ സിറ്റീസാണ് സാംഗ്ലിയും മീരജും. നമ്മൾ മീരജിലേക്ക് എത്താറായെന്ന് തോന്നുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രാക്ക് കണ്ടു കുറച്ച് പുതിയതായിട്ട്. യാർഡാണ് തോന്നുന്നു. റൈറ്റ് സൈഡിൽ കൂടെ ഏതൊരു ട്രെയിനും പറന്നുപോയി. റൈറ്റ് സൈഡിൽ നിറച്ച് ആൾക്കാർ നിൽക്കിയതാണ് തിരിച്ച് കാണിക്കാത്ത. ഒരു ഡെമോ ആയിരുന്നു ആ പോയത്. അത്യാവശ്യം വലിയൊരു ഫ്രൈറ്റ് യാർഡ് ഉണ്ട് ഇവിടെ. ഒരു WDG 4G ആൽക്കോ ബ്രാൻഡ് വെറൈറ്റി ആണല്ലോ. ഇങ്ങേറ്റത്ത് ട്വിൻ DG4 കല്യാൺ ഷെഡിൻ്റെ. അപ്പുറത്തൊരു ഷെഡുണ്ട്.
ആ ഷെഡ് എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല കേട്ടോ. ഒരു ലോക്കോ ഷെഡിൻ്റെ ഒക്കെ ഡിസൈൻ, ഒരു ടവർ കാർ ഷെഡ് പോലെ ആയിരിക്കും. വണ്ടി ഏറെക്കുറെ കാലി കേട്ടോ. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നുണ്ട്. നല്ല ശതമാനം ആൾക്കാരും ഇവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ടവർ കാർ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് മീറേജ് സ്റ്റേഷൻ എടുക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള പോയിൻറ്റ്സ് കടന്ന് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്ന് ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ പ്ലാറ്റ്ഫോം വരുന്നത്. ഞാൻ മീരജിൽ ഈ പറഞ്ഞ പോലെ പകൽ വെളിച്ചത്തിൽ ഒരുപാട് കാലത്തിന് ശേഷം വരുന്നത്. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു 2005 അല്ല 2007 8 അല്ലായിരിക്കും വന്നത്. 8 വന്ന അവസാനം ശാലുക്ക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. നമുക്കിനി ഒരിക്കൽ കൂടി ഈ റോഡിൽ ചാലക്ക് എക്സ്പ്രസ്സിന് യാത്ര ചെയ്യണം. അത് കൂടാതെ മീരജിലേക്ക് ഇപ്പോൾ നാളെ കൊയ്ന എക്സ്പ്രസ്സിൽ വരും. അതല്ലാണ്ട് വേറെ 1-2 ട്രിപ്പും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് മിരജ് ജംഗ്ഷൻ. ഇവിടെ പുണയുടെ ഒരു DP4 കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മിരാജ് ജംഗ്ഷനിലെത്തി. സമയം ഇപ്പോൾ 6:40, 6:39 എത്തിയിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റാർട്ടറായി റൈറ്റിലോട്ട് റൂട്ട് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ പുതിയ ക്രൂ കയറിയിട്ടുണ്ട്. അവരാണ് ഇനി കൊലാപ്പൂരിലേക്ക് ഓടിക്കുക. കൊലാപ്പൂരിൽ നിന്ന് കഷ്ടിച്ച് ഒരു മണിക്കൂർ മതി. മിരജ് ബെൽഗാം പാസഞ്ചർ പ്ലാറ്റ്ഫോം 3 അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്നിറങ്ങി കഴിഞ്ഞാൽ ബെൽഗാം സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ ബെൽഗാമിലോട്ട് പോകാൻ പറ്റും. പക്ഷേ പതുക്കെ പോകുന്നൊരു വണ്ടിയാണ്, എന്നാലും ഒരു കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ മീരജിൽ നമ്മൾ യാത്ര പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ മീരജ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. മീരജ് ഒരു ജംഗ്ഷനുള്ള കാരണം ഒബ്വിയസ്ലി ജംഗ്ഷൻ ആവുന്നുണ്ടെങ്കിൽ പല ഡയറക്ഷനിൽ വണ്ടി പോകണമല്ലോ. മീരജ് ജംഗ്ഷനിൽ ബേസിക്കലി ഇപ്പുറത്തെ സൈഡിൽ, നമ്മളിപ്പോൾ ഉള്ള സൈഡിൽ 3 ഡയറക്ഷനിൽ ട്രാക്കുകൾ പോകുന്നുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒന്ന് കൊലാപ്പൂർ ലൈന്, പിന്നൊന്ന് ബെൽഗാം ലൈന്, പിന്നെ ഒരെണ്ണം പോകുന്നത് പണ്ഡർപൂരിലേക്കാണ്. ഇപ്പോൾ ലെഫ്റ്റിലോട്ട് 2 ട്രാക്കുകൾ തിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ബെൽഗാം പണ്ഡർപൂർ ആ ട്രാക്കുകളാണ്. പണ്ഡർപൂർ വേറെ ട്രാക്കാണ്, ബെൽഗാം വേറെ ട്രാക്കാണ്. പക്ഷേ രണ്ടും ഇവിടെ നിന്ന് ഒരുമിച്ചാണ് പോകുന്നത്. ദൂരെ 2 റെഡ് സിഗ്നൽ കാണാൻ പറ്റണം. 2 ട്രാക്കിൽ ചെയ്യണം. നമ്മൾ കൊലാപ്പൂർ ലൈനിലേക്ക് തിരിഞ്ഞു. ഈ ലൈൻ നേരെ കൊലാപ്പൂരിലേക്ക് പോകും. നമ്മുടെ ബെൽഗാം ലൈനിലും അതുപോലെ പണ്ഡർപൂർ ലൈനും നമ്മൾ അധികം താമസിയാതെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ജയസിംഗ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ അൺഷെഡ്യൂൾഡ് നിന്നിരിക്കുകയാണ്. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഒരു WCIM-3, ഒരു ട്വിൻ WCIM-3 ഹോൾഡ് ഫ്രൈറ്റ്. നല്ല പെട റണ്ണാണ് മീരജ് കഴിഞ്ഞാൽ. അതായത് ജയസിംഗ്പൂർ ക്രോസിംഗ് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റണ്ണാണ്. സമയം ഇപ്പോൾ 7:24. എനിക്കിനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. പിന്നെ ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. 90 km/h പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈം എത്തുമെന്ന് തോന്നുന്നു. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് തോന്നുന്നു. ഇത് കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. ഫുൾ ഇരുട്ട്. പക്ഷെ കണ്ടിട്ടൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. ഈ ട്രെയിനിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പേരൊക്കെ തന്നെ ഇപ്പോൾ ട്രെയിനിൽ ഈ കോച്ചിൽ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ SCSMT കൊലാപ്പൂരിലേക്ക് എത്തിക്കുകയാണ്. അതായത് ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കൊലാപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റേഷനൊക്കെ ഞാൻ പുറത്ത് കാണിച്ചു തരാം.
അല്ലെങ്കിൽ നാളത്തെ വീഡിയോ എന്തെങ്കിലും പകൽ വിളിച്ചുള്ള സ്റ്റേഷനിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചു. നമ്മൾ ജസ്റ്റ് കോലാപ്പൂരിലെത്തി. അപ്പോഴത്തെ കോച്ചിൽ പിന്നെയും കുറച്ചും കൂടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കോച്ചിൽ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറത്തിറങ്ങുന്നു. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കൊലാപ്പൂർ എന്ന് പറഞ്ഞ നഗരത്തിൽ തന്നെ വരുന്നത്. അല്ല, ആദ്യമായിട്ടല്ല, ഇതിന് മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് 2005 20 വർഷം മുമ്പാണ്. അന്നത്തെ കൊലാപ്പൂർ ആയിരിക്കില്ല. പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഫുട് ഓവർ ബ്രിഡ്ജ് കയറാനുള്ള തിരക്കാണ്. ഇവിടെ വെളിച്ചവും ഇല്ല, ഷെൽട്ടറും ഇല്ല, ഒന്നുമില്ല. അവിടെ സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ കാണാം. ഇവിടെയാണ് കോച്ചിങ് ഡിപ്പോ ഒക്കെ. കോച്ച് മെയിൻ്റനൻസ് യാർഡാണ് ഈ കാണുന്നത്. ഇവിടെയാണ് കോയിന എക്സ്പ്രസിൻ്റെ ഒക്കെ റേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് അടിപൊളി. സൗകര്യങ്ങളൊക്കെ വളരെ കുറച്ചുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. ആകെ 3 പ്ലാറ്റ്ഫോമുള്ളൂ ഇവിടെ. ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ ബിൽഡിങ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നാളെ പകൽ കാണാം. ബ്രിട്ടീഷ് ആർക്കിടെക്ചറാണ്. ബ്രിട്ടീഷ് ആർക്കിടെക്ചർ ഒരു ഗോത്തിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്ങാണ്. അങ്ങനത്തെ ഒരു ബിൽഡിങ്ങുള്ള ഒരു മനോഹരമായ സ്റ്റേഷൻ. നാളെ പകൽ വെളിച്ചത്തിൽ നമുക്ക് ഈ സ്റ്റേഷൻ കൂടുതൽ ഭംഗിയായിട്ട് കാണാം നമ്മുടെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏകദേശം 10 മിനിറ്റ് ബിഫോർ ടൈം നമ്മൾ പൂനെയിൽ നിന്ന് കൊലാപ്പൂരിലെത്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്കെന്നാൽ പതുക്കെ ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഞാൻ ഡിന്നർ കഴിച്ചിട്ട് ഞാൻ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോട്ടെ. രാത്രി കിടന്നുറങ്ങണം. ഇന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എന്നിട്ട് വേണം നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എന്താ പറയുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസൊക്കെ രേഖപ്പെടുത്തുക. സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമുക്കെന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. This is Binay Shankar signing off from Platform 7. See you in the very next video. Until then, bye-bye.